വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരങ്ങളെ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളിൽ ചിലത് ഇൻഷാ അല്ലാഹ് സാധിക്കുന്ന ആഴ്ചകളിൽ ഓരോന്നായി പഠിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രഭാതത്തിലും വൈകുന്നേരവും നമ്മൾ നിർവഹിക്കേണ്ട ഒട്ടേറെ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം വളരെ ലളിതമാണ്, പഠിക്കാൻ എളുപ്പമുള്ളതാണ്. ചിലത് അല്പം ദീർഘമാണെങ്കിലും വളരെ പ്രാധാന്യമുള്ളതുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ചെറിയ ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും പ്രഭാതത്തിൽ നാം നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുശൂർ. ഇത് രാവിലെ നമ്മൾ ചൊല്ലേണ്ടതാണ്. ഫജറിൻ്റെ ശേഷമുള്ള സമയം മുതൽ ളുഹർ വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ എപ്പോഴാണോ നമുക്ക് സൗകര്യപ്പെടുന്നത്, പ്രഭാത സമയത്ത് തന്നെ ചൊല്ലാൻ സാധിക്കുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ, അതല്ല അല്പം വൈകിപ്പോയാലും ഇത് എല്ലാ ദിവസവും നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളിൽ പ്രാധാന്യമുള്ളതാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിക അസ്ബഹന, നിൻ്റെ സഹായം കൊണ്ട് ഞങ്ങളിതാ പ്രഭാതത്തിലായിരിക്കുന്നു. ഈ സുബഹി സമയം, പ്രഭാതം ഞങ്ങൾക്ക് ലഭിച്ചത് നീ നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. വബിക അംസൈന, ഞങ്ങൾ വൈകുന്നേരം ആയിത്തീരുന്നതും നിൻ്റെ സഹായം കൊണ്ട് തന്നെയാണ്. വബിക നഹ്യ, ഞങ്ങൾ ജീവിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. വബിക നമൂതു, ഇനി ഞങ്ങൾ മരിക്കുന്നതോ അതും നിന്നെക്കൊണ്ട് തന്നെയാണ്. വ ഇലൈക നുശൂർ, അവസാനം മടക്കം നിന്നിലേക്കുമാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള വളരെ ചെറിയ വാക്കുകളിലൂടെ കൃത്യമായൊരു ബോധം നമുക്ക് നൽകുകയാണ് ഈ പ്രാർത്ഥന ചെയ്യുന്നത്. ജീവിതം കാലമാണ്, സമയമാണ് ജീവിതം എന്ന് പറയുന്നത്. അത് പ്രഭാതവും വൈകുന്നേരവുമായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ കയ്യിലുള്ള ഘടികാരം, വാച്ച് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിൻ്റെ ജീവിതമാണ് ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുന്നത്, മരണമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്, പരലോകത്തിലേക്കാണ് നീ സഞ്ചരിക്കുന്നത്. അതാണ് ഘടികാരത്തിൻ്റെ സൂചി ഓരോ സെക്കൻഡുകളും നീങ്ങുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ബിക അസ്ബഹന, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, പടച്ചവൻ നൽകിയ ആയുസ്സാണിത്, ഈ പ്രഭാതവും ഈ വൈകുന്നേരവും ഈ ജീവിതവും അള്ളാഹു നൽകിയതാണ്. ഇനി ബാക്കിയുള്ളതെന്താണ്? ഒബിക നമൂത്തു, മരണമാണ് പിന്നീടുള്ളത്. ജീവിതം അവിടെ അവസാനിക്കുന്നുവോ? ഇല്ല. വ ഇലൈക നുശൂർ, നിൻ്റെ അടുക്കലേക്കാണ് മടക്കം തിരിച്ചു വരാനുള്ളത്. ഇങ്ങനെ ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായൊരു അവബോധം ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന പ്രാർത്ഥനയാണ്. അത് നിത്യജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മളത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നു. അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള, ആയുസ്സിനെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാകുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം ആയുസ്സിൻ്റെ അമൂല്യതയാണ്. ഒരു പ്രഭാതം, ഒരു വൈകുന്നേരം, ഒരു ദിനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമാണത്. ആളുകൾ വിനോദങ്ങൾക്കും അനാവശ്യങ്ങൾക്കും സമയം കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെയാണ് ഉപയോഗപ്പെടുത്താറുള്ളത് കാണാം. ശരിക്ക് കാലത്തെ സംബന്ധിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ചെയ്യുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ബോധവും ആയുസ്സിനെ പറ്റിയുള്ള ചിന്തയും ഇല്ലെങ്കിൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
മനുഷ്യൻ നഷ്ടത്തിലാവും, പരാജയത്തിലാകും. അതുകൊണ്ട് ലഭിച്ച ആയുഷ്കാലം അള്ളാഹുവിന് തൃപ്തിയുള്ളതും അനുവദിച്ചതുമായ മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് പരലോക ജീവിതം ധന്യമാക്കാൻ സാധിക്കുന്നവനാണ് സത്യവിശ്വാസി. അത് നൽകുന്ന ആ ഒരു സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളിലൊന്നാണിത്. അല്ലാഹുമ്മ ബിക അസ്ബഹന, അള്ളാഹുവെ നിന്നെക്കൊണ്ട് ഞങ്ങളിതാ ഈ പ്രഭാതത്തിലായിരിക്കുന്നു. ഒരു പ്രഭാതം നമുക്ക് വീണ്ടും ലഭിച്ചു. അത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നമ്മളോടൊപ്പം രാത്രി ഉറങ്ങി എത്രയോ ആളുകൾ ഈ പ്രഭാതമാകാതെ അതിൻ്റെ മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഒബിക്ക അംസൈന, ഇനി വൈകുന്നേരം വരാനിരിക്കുന്നതും അള്ളാഹു അനുഗ്രഹിച്ചെങ്കിലേ ഉള്ളൂ. വൈകുന്നേരമാകുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. അത് പടച്ചവൻ അനുഗ്രഹിച്ചാൽ അവൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും. ഒബിക്ക നഹിയ, ഇങ്ങനെ രാവും പകലുമായുള്ള ഞങ്ങളുടെ ആയുഷ്കാലത്തെ ജീവിതം അള്ളാഹുവെ നീ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ്. അതാണ് ഒബിക്ക നഹിയ, നിന്നെക്കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒബിക്ക നമൂത്തു, ഇനി മരണമോ അതും നമ്മുടെ കയ്യിലല്ല. അള്ളാഹു എവിടെ വെച്ച് എപ്പോഴാണോ നിശ്ചയിച്ചത് ആ നിശ്ചയിച്ച നിമിഷത്തിൽ മരിക്കും. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അവൻ്റെ കയ്യിലാണ് ആ കാര്യമുള്ളത്. വഇലൈക്കൻ നുശൂർ, മരിച്ചിട്ട് ജീവിതം അവസാനിക്കുകയല്ല, ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. നിൻ്റെ അടുക്കലേക്കാണ് ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ളത്, മടങ്ങി വരാനുള്ളത്. ഇങ്ങനെ ജീവിതത്തെപ്പറ്റി കൃത്യമായൊരു ബോധവും പരലോകത്തെപ്പറ്റിയുള്ള ചിന്തയും നമ്മുടെ മനസ്സുകളിൽ ഉണർത്തുന്ന സുപ്രധാനമായൊരു പ്രാർത്ഥനയാണ് പ്രഭാതത്തിൽ നിർവഹിക്കുവാനുള്ള ഈ ദുആയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദിക്റിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മളൊക്കെ ആദ്യം നോക്കി പഠിക്കുകയും അറിയുന്നവർ കാണാതെ പഠിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക. അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹിയ വബിക നമൂതു വഇലൈക്കൻ നുശൂർ. പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലാത്ത പ്രാർത്ഥനയാണ്. ഇത് ഒരു പ്രാവശ്യമാണ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചൊല്ലേണ്ടത്. അത് നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹീതമായൊരു ജീവിതവും സമാധാനമുള്ളൊരു പരലോകവും നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.